അപ്പൊ വെൽക്കം ബാക്ക് ടു റോക്ക് ടോക്സ്. അപ്പൊ നമ്മള് RCBയുടെ ആൾക്കാരെ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു RCB ഫാനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ RCB ഇപ്പൊ 2 കളി തോറ്റിരിക്കുകയാണ്. ആ സ്റ്റാർട്ടിങ്ങത്തുള്ള ഒരു പഞ്ചൊന്നും ഇല്ല. എന്താണ് ഇപ്പത്തെ അവസ്ഥ? സംഭവം നല്ല ടീം തന്നെയാണ് ഇപ്പോഴും. ഇപ്പോൾ ബാക്കിയുള്ള ടീമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ 6 കളിയിൽ നിന്ന് 2 കളി തോൽക്കാന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇപ്പോൾ പോയിന്റ് ടേബിൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് കളി തോറ്റത് വെറും രാജസ്ഥാനായിട്ട് സൂര്യവംശിയുടെ വെറും തന്നെയാണ്. നമ്മുടെ ഉള്ള പീക്ക് നല്ല ബോളേഴ്സ് ഉണ്ടായിരുന്നു. ഡഫിനെ ഏറ്റിട്ട് ഐസൽവുഡിനെ ഇറക്കി, ഐസൽവുഡിനെ അടിച്ച് കയറ്റാന്ന്, ബുംറേനെ അടിക്കുക, ഐസൽവുഡിനെ അവർക്ക് പീക്ക് തന്നെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കളി ഡൽഹിനായിട്ട്, ഒന്നാമെന്ന് പറഞ്ഞാൽ ജിതേഷ് ശർമ്മ ഫോമില്ല. പിന്നെ നമ്മളെ സ്കോറില്ല 174. എനിക്ക് തോറ്റാലും എനിക്ക് വലിയ വിഷമമില്ലാത്തൊരു തോൽവിയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 230 ഒരു സ്കോർ വേണം ഡിഫെൻഡ് ചെയ്യാനൊക്കെ. ഞങ്ങൾ 174 അടിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് ബോൾ വരെ കളി കൊണ്ടുപോയി. പീക്ക് ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. ഭുവനേശ്വർ കുമാർ ആയാലും ഹേസൽവുഡ് ആയാലും ക്രൂണൽ പാണ്ഡ്യ ആയാലും എല്ലാവരും നല്ലൊരു ബോളിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഓവർ നമുക്ക് ഷെപ്പേർഡ് 6th ബോളർ എന്ന നിലയിൽ ഷെപ്പേർഡിനാണ് കൊടുത്തത്. 4 ബോളിൽ 14 ആയിരുന്നു. മിക്ക ആൾക്കാരും ജയിച്ചു തന്നെ ജയിച്ചിട്ടുണ്ടാവുക. പക്ഷേ മില്ലറായിരുന്നു സ്ട്രൈക്ക്. ഡൽഹിനായിട്ട് 6th ബോൾ നമ്മൾ RCBയുടെ ഒരു വീക്ക്നെസ് ആണ് അവിടെ. 6th ബോളറില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ. കാരണം ഷെപ്പേർഡ് എനിക്ക് തോന്നുന്നു ചെന്നൈക്കെതിരെയും അതുപോലെ തന്നെ പിന്നെ മുംബൈക്കെതിരെയും ഷെപ്പേർഡിന് അത്യാവശ്യം നല്ല രീതിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെപ്പേർഡിൻ്റെ എക്കണോമി എന്ന് പറയുന്നത് തന്നെ 12.3 ആണ്. അപ്പോൾ ഷെപ്പേർഡ് ഒരിക്കലും ഒരു ലാസ്റ്റ് ഓവറിൽ എറിയാൻ പറ്റിയൊരു ബോളറല്ല. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഷെപ്പേർഡിനെ എറിയിക്കേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് ബോൾ തന്നെ ഒരു മോശം പന്തായിരുന്നു. മില്ലർ കണക്ട് ചെയ്തില്ല. പക്ഷെ പിന്നീട് 3rd ബോൾ ഫുൾ ടോസ് ആയിരുന്നു. അപ്പോൾ ഷെപ്പേർഡ് അല്ലാതെ വേറൊരു ബോളിംഗ് ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ആ കളി ഈസിലി RCB ജയിച്ചാണ്. കാരണം ലാസ്റ്റത്തെ 18ാമത്തെ ഓവറും 19ാമത്തെ ഓവറും അത്രയും ടൈറ്റായിട്ടാണ് എറിഞ്ഞത് സിദ്ധാറും ഭുവനേശ്വർ കുമാറും. എന്നാൽ പോലും ഇപ്പോൾ 174 ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലാസ്റ്റ് ബോൾ വരെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു പീക്ക് ബോളിംഗ് പെർഫോമൻസ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ 174 പറഞ്ഞാൽ ഡൽഹിയുടെ ബാറ്റിംഗ് നല്ല ഡെപ്തുള്ള ഇതാണ്. കരുൺ നായർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലെയർ ആയിട്ട്. ഭൂവിയുടെ ഫസ്റ്റ് 3 ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോളിംഗ് തന്നെയായിരുന്നു. അപ്പോൾ 174 അത്രയും അവസാനം വരെ ബോൾ വരെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയ കാര്യമായിട്ടാണ്. പിന്നെ നമ്മുടെ അരുണ് പറയണ ഒരു മെയിൻ ആരോപണമാണ് കോഹ്ലി കളിക്കണില്ല എന്നുള്ളത്. അത് പറയുമ്പോൾ നമുക്ക് അൺഫോളോ ചെയ്യാൻ വരെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അൺഫോളോ ചെയ്തു പോവാണ്, നിങ്ങൾക്ക് നോളജ് ഇല്ല. അപ്പൊ RCB ഫാൻ മാത്രല്ല കോഹ്ലി ഫാനും കൂടിയാണ്. അപ്പൊ അതെങ്ങനെ കാണുന്നത് ശരിക്കും? അങ്ങനെ ഉണ്ടോ? ഇപ്പൊ കൊല്ലങ്ങളായിട്ട് കേൾക്കണതാണ്, ഒന്നും പറയാനില്ല. പറഞ്ഞത് കൊല്ലങ്ങളായിട്ട് കാണുന്നതാണ്. ആളൊരു വേൾഡ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ പ്രൂവ് ചെയ്ത് തെളിയിച്ച ആൾക്ക് തെളിയിക്കാനെങ്കിൽ ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു IPL എന്ന് പറയുന്നത് ആളെന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ IPL-ലും ഈ സെയിം ഇതിൽ തന്നെയാണ് പോയപ്പോൾ ടീം മാനേജ്മെന്റ് തന്നെ അതിനെ പറ്റി വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കോഹ്ലി ഗ്രീസിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവസാനം ഓവർ വരെ കളി കൊണ്ടുപോകാന്ന് പറയുന്നത്. ഇപ്പൊ 50 ബോൾ 50 അടിച്ചാലും 50 ബോൾ 40 അടിച്ചാലും ബാക്കിയോ ഈ നോൺ സ്ട്രൈക്കിലൊക്കെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. കാരണം ഇപ്പുറത്ത് ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ, പിന്നെ ബോളിംഗ് ടീമിനായാലും ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട്. കോഹ്ലി ഗ്രീസിലുണ്ട്. കോഹ്ലി അത് നമ്മൾ ഇന്റർനാഷണലിലും കണ്ടുള്ളതാണ്. കോഹ്ലി ഗ്രീസിലുള്ളിടത്തോളം കാലം വിജയം ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. സിമ്പിൾ പറഞ്ഞാൽ അപ്പുറത്തെ സ്ട്രൈക്കർ സിമ്പിളായിട്ട് അടിച്ച് കയറ്റുന്നുണ്ട്. കോഹ്ലി വലിയ കുഴപ്പമില്ലാണ്ട് ഹാപ്പിയാണ്. എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നു. അപ്പൊ എന്താണ് താങ്കളുടെ പ്രശ്നം? അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇതിലിപ്പോ എത്ര ആൾക്കാരാണ് കമന്റ് ചെയ്യുന്നത്? അത് ഒരു മോശം സ്റ്റാർട്ട് അല്ല എന്നാണ് പറയുന്നത്. അൺഫോളോ ചെയ്യാൻ വരെ നമ്മുടെ ആൾക്കാരുണ്ട്. ആകെ വരുന്നത് 10-15 ആൾക്കാരാ. അവരൊക്കെ അൺഫോളോ ചെയ്ത് പോയാലോ? താങ്കൾ പറയണ കേട്ടിട്ട് അതെ, ഞാൻ പറഞ്ഞത് പവർ പ്ലേയില് കോഹ്ലി അടിക്കുന്നുണ്ട്. പവർ പ്ലേയിൽ ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുണ്ട്. പിന്നെ വരണ ഒരു 5-6 ഓവറിലാണ് പിന്നെ സ്ട്രൈക്ക് റേറ്റ് പറയണേ. നോൺ സ്ട്രൈക്കിലാണ് അടിക്കേണ്ടത്. ഇപ്പൊ പല ഇതിലും നമ്മൾ കാണുന്നതാണ്. 2 ആളും കൂടി അടിച്ച് എല്ലാം കൂടി പോകുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയുടെ ആയാലും വരും, അടിക്കും, പോകും, വലിയ ഗുണമില്ല ഒന്നുമില്ല. അപ്പൊ ഇനി ചെന്നൈയിലേക്ക് എന്താണ്? കോഹ്ലി 30 റൺസ് കഴിഞ്ഞാൽ സ്ലോ ആവുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമല്ല. കോഹ്ലി 30 റൺസ് കഴിഞ്ഞാൽ ഇന്നിങ്സ് സ്ലോ ആവുണ്ടെന്ന് സൈമൺ ഡോല് അതുപോലെ ഹർഷബോളൊക്കെ കമന്ററി ബോക്സിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. അവർക്ക് ക്രിക്കറ്റ് നോളജ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് പറയാമല്ലോ. അപ്പം 30 റൺസ് കഴിഞ്ഞാൽ കോഹ്ലിയുടെ 30 റൺസ് വരെ കോഹ്ലി 200+ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോഹ്ലി സ്ലോ ആവുന്നത് ഇപ്പം RCB ജയിച്ചു പോകുന്നിടത്തോളം അതൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ ബാക്കി പ്ലേയേഴ്സ് കളിക്കുന്നിടത്തോളം അതൊരു പ്രശ്നമല്ല.
അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പൊ റഹാനയുടെ കേസ് നമ്മൾ പറഞ്ഞു, റഹാനും സെയിം പോലെയാണ്. റഹാനെ പവർ പ്ലേ ചെയ്യുമ്പോൾ റഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് കുറയുന്നു എന്നുള്ളത്, ഇതൊക്കെ എക്സ്പേർട്സ് പറയുന്ന കാര്യം നമ്മളോട് പറയുന്നതല്ലല്ലോ, നമ്മളായിട്ട് അശ്വിന്റെ ആയാലും പിന്നെ ചീക്കടെ നോക്കിയാലും കോഹ്ലി കളിക്കുന്നത് കുഴപ്പമില്ല. എക്സ്പേർട്സ് പലതും പറയുന്നത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്രയും കൊല്ലം കോഹ്ലി ഇങ്ങനെയാണ് കളിച്ചുള്ളത്, അത് നമുക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം കോഹ്ലി സെയിം കളി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ മെയിൻ ആയിട്ട് പവർ പ്ലേയിലാണ് നല്ല റൺ അടിക്കായിട്ടാണ്. ആ പവർ പ്ലേയിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞാലും റണ്ണ് ടീമിന്റെ കയറുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കളിയുടെ പ്രശ്നം മാറ്റി കഴിഞ്ഞാൽ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നു, അവസാനം അടിക്കാറുണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു അത്ര എക്സ്പെർട്ട് ആളുകൾ നോൺ സ്ട്രൈക്കില് നിൽക്കുന്നത് എനിക്കൊരു അല്ല. ചിലപ്പോ RC ഇവിടെ ഒരു ഗെയിം പ്ലാൻ അങ്ങനെ ആയിരിക്കും. നമ്മള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞ ആള് സിക്സ് അടിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല, 4 അടിക്കാൻ അറിയാത്ത ആളൊന്നുമല്ല. അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കളിയിൽ നിന്നിട്ട് ടീം മീറ്റിംഗിൽ RCB ആണെങ്കിൽ ഈ ഓപ്ഷന്റെയും അല്ലാത്തിൻ്റെ ഒക്കെ ഇത് പറഞ്ഞതാ. അപ്പൊ അതിൽ തന്നെ പ്ലേയേഴ്സ് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ പട്ടിദാറും പിന്നെ പഠിക്കലും പിന്നെ കൃണാൽ പാണ്ഡ്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയണത് കോഹ്ലിനെ അധികം ബോൾ ഫേസ് ചെയ്യിപ്പിക്കാണ്ട് ഞങ്ങൾ അടിച്ച് കളിക്കുക, റിസ്കി ഷോട്ടൊക്കെ ഞങ്ങൾ കളിക്കുകയാണ്. പിന്നെ കോഹ്ലിയെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ച് നിർത്താൻ അവിടെ ഒരാളില്ല എന്നാണ് ടീമിൽ പറഞ്ഞത്. പറഞ്ഞാൽ ഇപ്പൊ ഇതന്നെ കോഹ്ലി ഗ്രീസിലുള്ളിടത്തോളം കാലം നമുക്ക് ജയം. പക്ഷെ ഇവിടെ ഒരു കപ്പൽ ആടി ഉലയുകയാണ്. കപ്പല് മുങ്ങിയില്ലേ? കപ്പൽ മുങ്ങിയ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പൊ 2 കളി RCBനെ തോപ്പിക്കുമെന്ന്, അതിലൊരു കളി തോറ്റു കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ട് ഈ കളി 2 കളി RCBനെ ചെന്നൈ തോപ്പിക്കുന്നു പറയുന്നുണ്ട്. അതിലൊരു കളി തോറ്റു കഴിഞ്ഞു. അത് മുന്നല്ലേ അന്ന് നമ്മുടെ എലീസൺ പരിക്കായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ ടീമിൽ പരിക്കില്ലാത്ത ആരുമില്ല. ഇപ്പൊ ആയുഷ് മാത്ര 3 വീക്ക് ഇഞ്ചുറി ആണെന്നാണ് പറയുന്നത്. അപ്പോ നിലവിലത്തെ ചെന്നൈ ടീം വെച്ചിട്ട് RCBനെ തോപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്ഭുതം പ്ലേയേഴ്സ് ഞങ്ങൾ എത്തില്ല, പേടിക്കണ്ട. ഇപ്പൊ എന്താണ് RCB ഫാൻ ചെന്നൈയുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ എങ്ങനെ കാണും? സന്തോഷത്തോടെയാണ് എന്തെന്ന് പറയാ? ഞാൻ പറഞ്ഞ കഴിഞ്ഞ മറ്റേ മെഗാ ഓപ്ഷൻ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞതാ അവരുടെ കുറ്റി കഴിഞ്ഞിക്കണ്, ഇനി 3 കൊല്ലത്തേക്ക് നോക്കണ്ട. പക്ഷെ അപ്പോഴും പറഞ്ഞ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ധോണി ടീമിലുള്ളത്തോളം കാലം അത് നടക്കാൻ പോകില്ല. ഇപ്രാവശ്യം ധോണി ഇല്ല, പക്ഷെ അവരുടെ ബോളിംഗ് ഇല്ലാത്തതാണ്. എലിസിന് പരിക്കായി, അങ്ങനെ കുറെ ആൾക്കാർക്ക് പരിക്കുണ്ട്. പിന്നെ കുറെ ആൾക്കാര് ഒരു പിന്നെ അവരുടെ മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 3 കൊല്ലം ചെന്നൈനെ നോക്കണ്ടെന്ന് വിചാരിച്ച ഒരു എന്താണ് മൈറ്റി ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ ത്രിപതി ശങ്കർ ഒരു ട്രിയോനെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും പാക്ഡ് ആക്കി പറഞ്ഞാൽ മൈറ്റി ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എവിടെ എത്താൻ പോകുന്നില്ല അങ്ങനത്തെ ഇതാ. പിന്നെ ലാസ്റ്റ് ധോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ ആരെങ്കിലും ഇപ്പൊ കോച്ചും ബാറ്റ് എനിക്ക് ആളെയും വിട്ടിട്ട ബാച്ച് ഇതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇക്കൊല്ലം ഇതന്നെ. പക്ഷെ ഇക്കൊല്ലം അവർ നല്ല കഴിഞ്ഞ കൊല്ലം ഇപ്പൊ ആദ്യമായിപ്പന്നെ എന്തോ ദൈവം സഹായിച്ച് ബ്രവിസ് പകരം വന്നതാണ്, ഉരുൾ പട്ടേൽ പകരം വന്നാണ്, മാത്രം പകരം വന്നാണ്. അന്നൊക്കെ കിണ്ണം കാച്ച ആൾക്കാര് അവരൊക്കെ വെച്ച് ബാറ്റിങ് കട്ടയ്ക്ക് എടുത്തു. ബോളിങ്ങിലേക്ക് ഇപ്പൊ എലിസ് വന്നാലും തന്നെ ഉണ്ടാകുമ്പോ 4 ഓവർ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകും പോകുന്നില്ല. അതിന്റെ ഇടയിൽ ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ട, സിമ്പിൾ കാര്യം പറഞ്ഞ KKR സുനിൽ നാരായണനെ അടിച്ച 4 ഓവർ 40 അടിക്കാം. ഇത്രയും കാലമായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പതാ ഇവിടെ എലിസ് വന്നു 4 ഓവറിൽ ഇപ്പൊ സുനിൽ നാരായണന്റെ ബോളിംഗ് ആവറേജിൽ ബോൾ ചെയ്തു. ബാക്കി കടക്കല്ലേ 16 ഓവർ. ഒരു പ്ലെയർ ഇല്ലാന്ന് വെച്ചിട്ട് ചെന്നൈ ഇത്ര താഴത്തേക്ക് പോകാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കണത്. അത് എക്സ്പീരിയൻസ്ഡ് ആയ ബോളേഴ്സ് ഇല്ലേ? അല്ല, അത് ഒരു പ്ലെയർ ഇല്ല എന്ന് പറയുമ്പോ ടീമിന് ഒരു മാനസികമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ ഗ്രൗണ്ടിൽ. ഇപ്പൊ ഡെത്ത് ഓവേഴ്സിൽ ഇപ്പൊ എലിസ് വരാനുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡെത്ത് ഓവറിൽ ഇപ്പൊ നോർമലി എറിയുന്ന പ്ലേയേഴ്സ് ഡെത്ത് ഓവറിൽ ഇപ്പൊ എലിസ് ആയിരിക്കും അറിയാം. എലിസിന്റെ ഇപ്പോൾ സ്ലോ ബൗൺസേഴ്സ് അതായത് സ്ലോ കട്ടേഴ്സ് ഒക്കെ റീഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വേറൊരു ഇപ്പോൾ ഹെൻറിനെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് കളി കളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഹെൻറി എന്ന് പറയുന്നത് ന്യൂ ബോളിൽ ബോൾ ചെയ്യുന്ന പ്ലെയറാണ്. അത് ആ ന്യൂ ബോളിൽ ബോൾ ചെയ്യാനാണ് കലീലുണ്ടായിരുന്നത്. അപ്പോൾ കലീൽ ന്യൂ ബോളിൽ അത്യാവശ്യം നല്ല രീതിക്ക് അറിയുന്ന പ്ലെയറാണ്, അത്യാവശ്യം നല്ല രീതിക്ക് ഡോട്ട് ബോൾസ് അറിയുന്ന പോകുന്ന പ്ലെയറാണ്. അപ്പോൾ കലീൽ അവിടെ വരുന്നു, എലീസ് എൻഡിൽ വരുന്നു, പിന്നെ നൂർ അഹമ്മദ് അക്കീൽ ഹുസൈനോ ഒക്കെ മിഡിൽ എറിയുമ്പോൾ ഇത്രത്തോളം റൺസ് വരില്ല. നമ്മൾ ഓവർട്ടനൊന്നും ഒരു ഫസ്റ്റത്തെ പ്രഡിക്ഷനിലൊന്നും ഓവർട്ടൺ 11 ഇല്ലാത്ത പ്ലെയറാണ്. ഓവർട്ടന് ബോളിങ്ങോ ബാറ്റിങ്ങോ ഓവർട്ടൺ 11 ഇല്ലാത്ത പ്ലെയറാണ്. ആ ഓവർട്ടനാണ് ഇപ്പോൾ 4 പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ വേറെ പല മാറ്റങ്ങൾ ആ ടീമിൽ നടക്കും.
ഇപ്പോൾ ടീമിന്റെ പെർഫോമൻസ് ടീമിന്റെ പ്ലാൻ ഇങ്ങനെ ആവില്ല, ഓരോ പ്ലെയേഴ്സ് എറിയേണ്ട ഓവറുകൾ ഇവിടെ ആവില്ല. അപ്പോൾ ഒരു പ്ലെയർ ഉണ്ടാകാൻ ചേഞ്ചസ് വേറെയാണ്. അപ്പോൾ ബുംറ ഇപ്പം മുംബൈയിൽ ഇല്ലാന്ന് വിചാരിക്കുക, ഒറ്റ പ്ലെയറെ മാറുന്നുള്ളൂ. ഓൾറെഡി ഇത്രയും അടികിട്ടുന്ന മുംബൈയുടെ ബോളിങ്ങിന് ഇനി അടികിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ആ ഓരോ പ്ലെയർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആണ്. ഇപ്പോൾ എലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ കളിയും ജയിച്ചേനല്ല, പക്ഷെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ചെറിയൊരു മാറ്റം ഞാൻ ഇപ്പൊ സൺറൈസേഴ്സിന്റെ ബോളിംഗാണ് ഏറ്റവും വീക്ക്. അപ്പൊ അതിനനുസരിച്ച് ബാറ്റിംഗ് നിൽക്കുന്നുണ്ട്. ബാറ്റിംഗ് 250 അടിച്ചിട്ട് അതിപ്പോ 240 വരെ അടിച്ചു കൊടുത്താൽ വിഷയമില്ല. ഇവരുടെ ബാറ്റിംഗ് ആരെ വെച്ചിട്ട് 250 കുട്ടുപോലെ അടിക്കാം. കഴിഞ്ഞ 190 എത്ര ചേസ് ഉണ്ടായിരുന്ന കഴിഞ്ഞ 195. അത് കാരണം നല്ല ബാറ്റിംഗ് വരെയുണ്ട്. മിഡിൽ ഓർഡർ കുഴപ്പമില്ല. 6 ചാമി ഉണ്ട്, സിക്സ് മെഷീൻ 6 ചാമി ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്നിട്ട് എന്താ കളിക്കാത്തത്? 3-4 കൊല്ല 150 ചേസ് തീർത്തിട്ട് 2019 ശേഷം 150 ചേസ് തീർത്തില്ല. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 കപ്പുണ്ട് വളരെ. അല്ല ഞാൻ ഒരു സ്റ്റാറ്റ് പറഞ്ഞതാ. സഞ്ജു പിന്നെ കിങ് എന്താണ് ക്യാപ്റ്റൻ ഗേക്വാദ് 20 മേലേക്ക് ഇപ്പൊ കഴിഞ്ഞല്ലേ നടന്നിട്ടുള്ളൂ. എന്നാ ആരും ഫോമില്ല. എന്നിട്ട് എലിസില്ല എന്ന് പറഞ്ഞ എന്താ കാര്യം? ബാറ്റിംഗ് ടീം മോശമാണെന്ന്, ടീം മോശമൊന്നുമല്ല, ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് മോശം. ബാറ്റിംഗ് നല്ല നെയിംസ് ഉണ്ട്. പിന്നെ ഖലീൽ അഹമ്മദ് പോയതാണ്. ഖലീൽ അഹമ്മദ് പോയത് നിങ്ങൾക്ക് ബ്ലോയാണ്. തോറ്റു ഞാൻ പറഞ്ഞ ജയിച്ചു. ബാറ്റിംഗ് അപ്പൊ സ്റ്റെപ്പ് ചെയ്യണം. ഇപ്പൊ RCB പറയാൻ പറ്റേ. RCB എന്ന് പറയുന്നത് ഈ ഹേസൽവുഡ് വരാനായിട്ട് മുമ്പ് ഡഫുള്ള ടൈമിലും നമ്മൾ 250 അടിക്കും, ബോളിംഗിൽ 220. അല്ല ഞങ്ങള് ജയിച്ച കളിയൊക്കെ മറ്റേ 200. ആ ഒരു കളി മാത്രമാണ് LSG ആയിട്ട് മാത്രമാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കളിയും ഞങ്ങൾ 200 കൊടുത്തിട്ടുണ്ട്. 200, 230, 240 അടിച്ചിട്ടുണ്ട്. മുംബൈനായിട്ടായാലും ഈ ഫസ്റ്റ് കളി സൺറൈസേഴ്സിനായിട്ടും ഒക്കെ ഞങ്ങൾ 220 കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് 10-20 റണ്ണുകൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ബോളിങ് കണ്ടാണെങ്കിൽ ബാറ്റിംഗ് സ്റ്റെപ്പ് ചെയ്യണോ? അത് അത്രേ ഉള്ളൂ. ഈ നാത്തനലിസ് പാതി വെച്ചിട്ടല്ല സ്റ്റാർട്ടിങ് തൊട്ട് പോയുള്ളത് തന്നെയാണ്. പേടിക്കാനായിട്ട് ഇപ്പൊ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ബാറ്റിംഗ് എന്ന് പറയുന്നത്, ബാറ്റിംഗ് ഞങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് രാജസ്ഥാനായിട്ടുള്ള 125 5-6 വിക്കറ്റ് പോയിട്ട് ഞങ്ങൾ 200 അടിച്ചാണ്. ബാറ്റിംഗ് വലിയ പേടിക്കാനില്ല. ബോളിംഗും ഇപ്പൊ LSG ചിന്നസ്വാമിയില് കണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ കളി ചിന്നസ്വാമിയിൽ തന്നെ 174 അവസാന ബോൾ വരെ കണ്ടതാണ്. ഇപ്പൊ പേടിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ ഇത്രയും കൊല്ലം ടെൻഷനോടെ ഓരോ കളി വരുമ്പോൾ ടെൻഷനോടെ നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു. പേടിയൊന്നുമില്ല. കപ്പെടുക്കുന്ന അതൊന്നും പറയാം. ഇപ്പൊ 100 ഇരട്ടി ശക്തിയോടാണ് പഞ്ചാബ് കളിക്കണം. പിന്നെ ഇപ്പൊ ഈ സെയിം ടീം ഈ മാർക്ക് ജെൻസൺ മാത്രമാണ് കഴിഞ്ഞ കളി എന്ന് പറയുമ്പോൾ ആ ടൈമിലുള്ള ഇതല്ല മൊമെന്റ്സ് കാരണല്ലേ കളിയുടെ അതൊക്കെ ചെടിയ. ടീമുണ്ട്, ടീമില്ല എന്ന് പറയുന്നില്ല, ടീമുണ്ട്. ആ ടൈമിലുള്ള മൊമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഇത്. കഴിഞ്ഞ കാലത്തെ ഒരു ഫൈനലിൽ ആവർത്തിക്കാൻ തന്നെയാണ് ചാൻസ് എന്ന് തോന്നുന്നത്. കാരണം വേറെ ഇപ്പോൾ ഈ ഡൽഹിയും മുംബൈയും മാത്രമാണ് കുറച്ചെങ്കിലും RCB അല്ലെങ്കിൽ പഞ്ചാബ് ഇവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കളിക്കുന്നത്. ഇപ്പം എനിക്ക് രാജസ്ഥാനിലൊന്നും വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം ഓപ്പണേഴ്സിൻ്റെ മികവിലും ബോളേഴ്സിൻ്റെ മികവിലും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു ഓപ്പണിങ്ങിൽ ഇപ്പോൾ കൊൽക്കത്തയായിട്ടാണ് കഴിഞ്ഞാൽ തോറ്റത്. കൊൽക്കത്ത അത്രത്തോളം മോശം ടീമാണ്. ആ കൊൽക്കത്തയായിട്ട് ഒരു തോറ്റു. അപ്പോൾ രാജസ്ഥാൻ അങ്ങനെ ഒരു ഫുള്ളി ടൂർണമെൻറ്റിൽ അങ്ങനെ തുടക്കത്തിലുള്ള പോലെ പോകും തോന്നണില്ല. അപ്പം എന്തായാലും കഴിഞ്ഞ പോലത്തെ ഒരു ഫൈനല് ആണ് മിക്കവാറും ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഫൈനൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ പോലെ നായകനും വില്ലനും കൂടി അവസാനം ഏതൊരു നമുക്കറിയാം. ഇടയിൽ പറഞ്ഞ പല സാധനങ്ങളൊക്കെ പെടപ്പെടപ്പെടാന്ന് അടിച്ചു വിടുക. ഫൈനൽ 2 വരും. പക്ഷെ ഇക്കൊല്ലം പ്രഡിക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുംബൈ, ഡൽഹി, RCB, പഞ്ചാബ്. മുംബൈ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞാൽ നല്ല ടീമുണ്ട്. പറഞ്ഞാൽ ഇത്രയും മുംബൈയുടെ എത്ര ഒക്കെ ഇന്റർനാഷണൽ സ്റ്റാർസ് ആണ്, മാച്ച് വിന്നേഴ്സ് ആണ്. ആരും ഒരാള് ഗ്രീസിൽ നിന്ന് കളിച്ചാൽ സിമ്പിളായി അടിക്കാം. ബുംറയുടെ കാര്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ ആള് ഇപ്പൊ വിക്കറ്റ് ഇല്ലെങ്കിലും ആളുടെ എക്കോണമി ഉണ്ട്. കാരണം ബുംറയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ബുംറനെ അടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബുംറയുടെ ഓവർ എങ്ങനെ സർവൈവ് ചെയ്താൽ പിന്നെയുള്ള കുറച്ച് ചെണ്ടോൾ വെച്ചിട്ടുണ്ട്. ചഹറുണ്ട്, താക്കൂറുണ്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യയും കുഴപ്പമില്ലാത്ത സ്പെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് എന്നെ തെറി വരും അവന്റെ കൊണച്ച ചോദ്യങ്ങള്.